അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയതിനെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ചത് മൂലമാണ് MR അജിത് കുമാർ കുറ്റവിമുക്തനായത് എന്ന് VD സതീശൻ പറഞ്ഞു. ആരുടെ കീഴിലാണ് വിജിലൻസ്? മുഖ്യമന്ത്രിയുടെ കീഴിൽ. മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ വിജിലൻസ് അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. അത് വളരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു. വിജിലൻസ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. പ്രൈമാ ഫസി പ്രഥമ ദൃഷ്ടിയാൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്നതിൻ്റെ നിരവധി തെളിവുകൾ ഇത് കേസിലുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. പിന്നെ വേറെ ഒരു അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ തെറ്റ്. ഇദ്ദേഹത്തെ കുറ്റം ചെയ്തു എന്ന് ഉറപ്പായി കോടതി കരുതുന്ന ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിൽ കൂടി ശ്രമിച്ചു. അത് തന്നെയാണ് ഇപ്പോൾ അജിത് കുമാറിൻ്റെ കേസിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കി. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറ്റവിമുക്തനാക്കി. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിക്കാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി. എന്താണ് ആ ഓഫീസിൽ നടക്കുന്നത്? ആരൊക്കെയാണ് ആ ഓഫീസിലിരിക്കുന്നത്? ഇനി കിഫ്ബിയുടെ തലപ്പത്താണ് ഇദ്ദേഹം ഇരിക്കുന്നത്.